രണ്ടുപേരും കൂടെ വന്നിട്ടാണ് എന്നോട് പറഞ്ഞത് പുള്ളിക്ക് നിൽക്കാൻ പറ്റില്ല, അപ്പോൾ ഒരു പ്രൊഡ്യൂസറുടെ ലൈനിൽ ഇതിൻ്റെ കൂടെ നിൽക്കുമോ എന്നൊക്കെ ചോദിച്ച് എന്നെ ആകർഷിച്ച്. എന്ന് വെച്ചാൽ അവരുടെ ഉദ്ദേശം എന്നെ കൊണ്ടുപോയി പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് ജോലി ചെയ്യിക്കുന്ന തന്നെയാണ്. പക്ഷേ എങ്കിലും അവരങ്ങനെയാണ് പറഞ്ഞത് എന്നോട്. അപ്പോൾ എനിക്കറിയാം എന്നെ കൊണ്ടല്ലാതെ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയത്തിൽ നിന്ന് എങ്ങനെ സിനിമയിൽ തന്നെ വരാമെന്ന് ഉദ്ദേശിച്ചാണ് ഞാനത് ഏറ്റെടുത്തത്. വേറെ എവിടെയും പോകാനൊരു ഉദ്ദേശമില്ല. പക്ഷെ പോയാലൊന്നും ആ സമയത്ത് അത്രമാത്രം നമ്മൾ കടത്തിലായി. കാരണം അപ്പോൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളും കാറും ഒക്കെ വിറ്റ് കഴിഞ്ഞു. പിന്നെ ഉണ്ടായിരുന്ന സ്ഥലം പക്ഷേ അച്ഛൻ്റെയൊക്കെ വിൽപ്പത്രത്തിൽ എഴുതി വെച്ചൊഴിച്ച് ബാക്കിയൊക്കെ വിറ്റു. ആ ചെറിയ പ്രായത്തിൽ തന്നെ വിറ്റു, സത്യസന്ധമായ കാര്യമാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനപ്പോൾ പിന്നെ നമുക്കിത് എങ്ങനെ ഇതിൽ നിന്ന് കരകയറാമെന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സിനിമ ഏറ്റെടുക്കുകയും ആ സിനിമ ചെയ്തതിന് ശേഷം പിന്നെ 2-3 ഫിലിം കൂടെ കഴിഞ്ഞിട്ടാണ് കളി കഴിഞ്ഞാൽ വരുന്നത്. പക്ഷെ എനിക്ക് ഏറ്റവും കിട്ടിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിർമ്മാതാവായി നിന്നതുകൊണ്ടും ഒരു നിർമ്മാതാവിൻ്റെ പരാജയം തിരിച്ചറിഞ്ഞതുകൊണ്ടും